ഭാരതത്തിൽ വ്യാവസായിക വികസനത്തിന് ഒരു മാനുഷിക മുഖം കൊടുത്ത വ്യക്തികളിൽ ഒരാളാണ് രത്തൻ ടാറ്റ. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു വാക്യം ഇപ്രകാരമാണ്: ഇഫ് യു വാണ്ട് ടു വാക്ക് ഫാസ്റ്റ്, വാക്ക് എലോൺ, ബട്ട് ഇഫ് യു വാണ്ട് ടു വാക്ക് ഫാർ, വാക്ക് ടുഗെദർ എന്ന്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കണം, എന്നാൽ ദൂരത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഒരുമിച്ച് സംഘമായി യാത്ര ചെയ്യണം. ഇഫ് യു വാണ്ട് ടു വാക്ക് ഫാർ, വാക്ക് ടുഗെദർ. യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിലും ഇപ്രകാരം ഒരു ലക്ഷ്യം നേടണമെങ്കിൽ ഒരുമിച്ചുള്ള ഒരു തീർത്ഥാടനമാണ് കൂടുതൽ കരണീയം. പല വ്യക്തികളും അവരുടെ ജീവിത യാത്രയിൽ തളർന്നു പോകുന്നതും തകർന്ന് വീണു പോകുന്നതുമൊക്കെ ഇപ്രകാരം ഏകാന്ത പഥികനെ പോലെ ഒറ്റയ്ക്കുള്ള ജീവിതയാത്ര നടത്തുമ്പോഴാണ്. എന്നാൽ ഏത് പ്രതിസന്ധിയും പ്രശ്നം കടന്നു വന്നാലും അവർക്ക് പിടിച്ചു നിൽക്കാനാകുക ഒരുമിച്ച് മറ്റുള്ളവരുമായി കൈകോർത്ത് കൂട്ടായ്മയിൽ ഐക്യത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ്. ടുഗെദർ വി മേക്ക് എ ഡിഫറൻസ്. ഒരുമിച്ച് നമുക്ക് ഒരു മാറ്റം, പരിവർത്തനം കൊണ്ടുവരാൻ ആകും എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും അതാണ്. മറ്റുള്ളവരുമായി കൈകോർത്ത് ഒരുമിച്ച് സഹകരിച്ച് സംഘാതമായി പങ്കാളിത്തത്തോടുകൂടെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ ഒരു മാറ്റം, പരിവർത്തനം കൊണ്ടുവരാനാകുക. യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസമാണ് ഈ ഒരു കൂട്ടായ്മയുടെ ഐക്യത്തിൻ്റെ ജീവിതത്തിന് കൂടുതൽ സഹായിക്കുക. ക്രൈസ്തവർക്കുള്ള വലിയൊരു ആശ്വാസം ഈ ഒരു കൂട്ടായ്മയുടെ വിശ്വാസത്തിലാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ആയിരിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിൽ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആ കൂട്ടായ്മയിൽ കെട്ടിപ്പടുക്കുന്ന ക്രൈസ്തവ ജീവിതങ്ങൾക്ക് എന്നും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ അവസരത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാനാകും. വീഴാതെ, തകരാതെ, ഏകാന്തതയിൽ, നിരാശയിൽ അകപ്പെടാതെ മുന്നോട്ട് പോകാനാകും. ഒരുമിച്ചായിരിക്കുക, കൂട്ടായ്മയിലായിരിക്കുക, നാം വിശ്വസിക്കുന്ന ആ ത്രിത്വൈക ദൈവത്തെ പോലെ തന്നെ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യത്തിൽ യേശു പിതാവായ ദൈവത്തോട് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, അജഗണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന്. അതായിരുന്നു കർത്താവിൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഉത് ഊനും സിന്ത്, ദാറ്റ് ദേ മേ ബി വൺ. അവർ ഒരുമിച്ചായിരിക്കണം, കൂട്ടായ്മയിൽ, ഐക്യത്തിൽ ആയിരിക്കണം. നാം വിശ്വസിക്കുന്ന, നമ്മുടെ വിശ്വാസത്തിൻ്റെ എല്ലാം അടിസ്ഥാനമായ പരിശുദ്ധ ത്രിത്വം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഒരുമയിൽ, കൂട്ടായ്മയിൽ, ഐക്യത്തിൽ ആയിരിക്കുക. യുകാറ്റിൻ്റെ 35-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്: നമ്മൾ ഒരു ദൈവത്തിലാണോ 3 ദൈവങ്ങളിലാണോ വിശ്വസിക്കുന്നത്?
യുക്കാറ്റിൽ കൊടുത്തിരിക്കുന്ന ഉത്തരം ഇപ്രകാരമാണ്: 3 ആളുകളുള്ള ഏകദൈവത്തിൽ നാം വിശ്വസിക്കുന്നു. ഈ യുക്കാറ്റിൽ തന്നെ ബെനഡിക്ട് 16 പാപ്പയുടെ 2005 മെയ് 22 നടത്തിയ ഒരു പ്രഭാഷണത്തെ ഉദ്ധരിച്ച് ഇപ്രകാരം പറയുന്നു: ദൈവം ഏകാന്തതയിലല്ല, പിന്നെയോ സമ്പൂർണമായ സംസർഗമാണ്. അങ്ങനെ കൂട്ടായ്മയിൽ, ഐക്യത്തിൽ ആയിരിക്കുന്ന ആ ത്രിത്വത്തിൻ്റെ ആ വിശ്വാസത്തിലുള്ള പ്രതിഫലനമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും ജീവിതത്തിൻ്റെ സാക്ഷ്യവും. തുടർന്നും യുക്കാറ്റിൽ വ്യക്തമാക്കുന്നു, ക്രൈസ്തവർ 3 വ്യത്യസ്ത ദൈവങ്ങളെ ആരാധിക്കുന്നില്ല. 3 തന്നെ ഒന്നായിരിക്കുന്ന ഒറ്റ സത്തയെയാണ് ആരാധിക്കുന്നത്. ദൈവം ത്രിയേകനാണെന്ന് യേശുക്രിസ്തുവിൽ നിന്ന് നാം അറിയുന്നു. പുത്രനായ അവിടുന്ന് സ്വർഗസ്ഥനായ തൻ്റെ പിതാവിനെക്കുറിച്ച് പറയുന്നു, ഞാനും പിതാവും ഒന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10 30 യേശു പിതാവിനോട് പ്രാർത്ഥിക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവിനെ നമുക്കായി അയക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു എന്ന് യുക്കാറ്റിൽ വ്യക്തമാക്കുന്നു. അങ്ങനെ ഒന്നായിരിക്കുന്ന ആ ദൈവത്തിൽ നാം വിശ്വസിക്കുമ്പോൾ ആത്യന്തികമായി നമ്മിൽ നിന്നും പ്രതിഫലിക്കേണ്ടത് ഈ ഐക്യത്തിൻ്റെ, കൂട്ടായ്മയുടെ, പരസ്പര ധാരണയുടെ, പങ്കാളിത്തത്തിൻ്റെ ഒക്കെ ഒരു ജീവിത ശൈലിയാണ്. പല പ്രസിദ്ധരായ ചിന്തകരും ഈ പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി വിവരിക്കുക ഡിവൈൻ പേഴ്സൺസ് ഇൻ കമ്മ്യൂണിറ്റി എന്നാണ്. ഡിവൈൻ പേഴ്സൺസ് ഇൻ കമ്മ്യൂണിറ്റി, അവർ സമൂഹത്തിൻ്റെ ആ കൂട്ടായ്മയിൽ ആയിരിക്കുന്ന ദൈവിക രഹസ്യമാണ് നാം വിശ്വസിക്കുന്നതും ആ കൂട്ടായ്മയുടെ ജീവിത ശൈലിയാണ് നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമായി കടന്നു വരേണ്ടതും. പരിശുദ്ധ ത്രിത്വം എന്നുള്ളത് ഒരു വിശ്വാസ രഹസ്യം മാത്രമല്ല, ഇങ്ങനെ മനസ്സിലാക്കി വെറും ഒരു വിശ്വാസ പ്രമാണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാകരുത്. പ്രത്യുത ആ കൂട്ടായ്മയുടെ രഹസ്യം നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകണം. അതനുദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും പ്രതിഫലിപ്പിക്കുകയും വേണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇടവകകളിൽ, നമ്മുടെ സമൂഹത്തിൽ, സഭാസമൂഹത്തിലൊക്കെ ഈ ഐക്യത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രതിഫലനം ഉള്ളപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം സമ്പൂർണമായി പ്രതിഫലിക്കപ്പെടുകയുള്ളൂ, പൂർണ്ണമായി നാം അത് ജീവിക്കുന്ന ഒരു വിശ്വാസമായി തീരുകയുള്ളൂ. ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ മദർ തെരേസയോട് ഇപ്രകാരം ചോദിച്ചു, സഭയിൽ എന്താണ് മാറ്റേണ്ടത് എന്ന്. സഭയിൽ മാറ്റേണ്ടത് എന്താണ്? വിശുദ്ധിയായ മദർ തെരേസയുടെ ഉത്തരം ഇപ്രകാരമായിരുന്നു, മാറ്റേണ്ടത് ഞാനും നീയുമാണ്. യു ആൻഡ് മീ ആണ് മാറ്റം വരുത്തേണ്ടത്. അതായത് നമ്മുടെ ഇടയിലുള്ള ഈ ചേരിതിരിവുകൾ, പരസ്പരമുള്ള വിദ്വേഷം, വൈരാഗ്യം, ഇതെല്ലാം മാറ്റിക്കൊണ്ട് ആ അടുപ്പത്തിൽ, ഐക്യത്തിൽ, പരസ്പരമുള്ള കൂട്ടായ്മയിൽ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ത്രിത്വൈക ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം സഭാസമൂഹത്തിൽ ഉണ്ട് എന്ന് പറയുവാനാകുകയുള്ളൂ. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഒക്കെ മുഖ്യ ഉപദേഷ്ടാവായ പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ കാൾ റാനർ, അദ്ദേഹം ഇപ്രകാരം ഒരിക്കൽ പറഞ്ഞു, നാം കത്തോലിക്കരായ വിശ്വാസികൾ വെറും ഏക
ദൈവ വിശ്വാസികളെ പോലെയാണ് പലപ്പോഴും പെരുമാറുന്നത് എന്നാണ് അദ്ദേഹം ആവലാതിപ്പെട്ട് പറഞ്ഞത്. വി ആർ ജസ്റ്റ് മിയർ മോണോതെയ്സ്, ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവർ. കാരണം നമ്മുടെ പലപ്പോഴും ജീവിതത്തിലെ ശൈലിയും പെരുമാറ്റവുമെല്ലാം ഈ പരസ്പരമുള്ള ബന്ധം, മറ്റുള്ളവരോടുള്ള അടുപ്പം, മറ്റുള്ളവരോടുള്ള സഹകരണം വിശ്വാസത്തിൻ്റെ പ്രായോഗിക തലത്തിൽ കാണാത്തത് കൊണ്ടാകണം അപ്രകാരം കാൾ റാനർ എന്ന പ്രസിദ്ധനായ ആ ദൈവശാസ്ത്രജ്ഞൻ അങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ആനന്ദം, ഇവഞ്ചലി ഗൗദിയും എന്ന അപ്പോസ്തോലിക പ്രബോധനത്തിൽ അതിൻ്റെ 54-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ഈ ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ ആധുനിക സമൂഹത്തിൽ വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധി, പ്രയാസം അദ്ദേഹം വിവരിച്ച് പറയുന്നുണ്ട്. നിസ്സംഗതയുടെ ഒരു ആഗോളവൽക്കരണം വികസിച്ചു വന്നിരിക്കുന്നു. ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻഡിഫറൻസ്, നിസ്സംഗതയുടെ ഒരു ആഗോളവൽക്കരണം വികസിച്ചു വന്നിരിക്കുന്നു. ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻഡിഫറൻസ്. ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന ഈ പ്രബോധന രേഖയിൽ തുടർന്ന് എഴുതുന്നു, അതിനെപ്പറ്റി ബോധവാന്മാരാകാതെ തന്നെ നമ്മൾ ദരിദ്രരുടെ വിലാപത്തിൽ സഹതാപം തോന്നാൻ കഴിയാത്തവരും, മറ്റുള്ളവരുടെ വേദനയിൽ കരയാനാവാത്തവരും, അവരെ സഹായിക്കുക ആവശ്യമാണെന്ന് തോന്നാത്തവരും ആയി തീർന്നിരിക്കുന്നു. അതെല്ലാം മറ്റുള്ളവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യങ്ങളാണെന്നും നാം ധരിച്ചിരിക്കുന്നു. സമൃദ്ധിയുടെ സംസ്കാരം നമ്മെ മയക്കത്തിൽ ആഴ്ത്തിയിരിക്കുന്നു. സമൃദ്ധിയുടെ സംസ്കാരം, ഇന്ന് ഒത്തിരി കാര്യങ്ങളുണ്ട്, സമ്പത്തുണ്ട്, പല സമൃദ്ധിയുണ്ട്, അവയെല്ലാം നമ്മെ ഒരുതരം മയക്കത്തിൽ ആഴ്ത്തിയിരിക്കുന്നു. ഒരു നിസ്സംഗതയുടെ ആഗോളവത്കരണം സംഭവിക്കുന്നു എന്നാണ് ഫ്രാൻസിസ് പാപ്പ പരാതിപ്പെടുന്നത്, ആവലാതിപ്പെടുന്നത്. ത്രിത്വൈക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് ഈ പരസ്പരമുള്ള ബന്ധം മറ്റുള്ളവരുടെ നൊമ്പരങ്ങളിലും വേദനകളിലും ആകുലതയോടെ കരുതലോടുകൂടെ പ്രവർത്തിക്കുവാൻ സാധിക്കണം. കാൾ റാനർ തന്നെ, പ്രസിദ്ധനായ ആ ദൈവശാസ്ത്രജ്ഞൻ തന്നെ, എൻകൗണ്ടർ വിത്ത് സൈലൻസ് എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതും ശ്രദ്ധേയമാണ്. ഈ പരിശുദ്ധ ത്രിത്വത്തിലുള്ളതിനെ പറ്റി പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കാത്തതിനെ പറ്റിയും, അങ്ങനെ നമ്മുടെ തന്നെ ആ സ്വാർത്ഥത്തിലേക്ക് മടങ്ങുമ്പോഴുള്ള പ്രയാസത്തെ പറ്റിയുമാണ് ഈ ദൈവശാസ്ത്രജ്ഞൻ വിവരിക്കുക. ഇഫ് യു വെർ നോട്ട് കോംപ്രിഹെൻസിബിൾ മൈ ഗാഡ്, യു വുഡ് ബി ഇൻഫീരിയർ ടു മീ. കർത്താവെ, അങ്ങയെ എനിക്ക് ഗ്രഹിക്കാനാവാത്ത വ്യക്തി അല്ലായിരുന്നെങ്കിൽ യു വുഡ് ബി ഇൻഫീരിയർ ടു മീ, അങ്ങ് എന്നേക്കാൾ ചെറുതായി പോകുമായിരുന്നു. ഫോർ മൈ മൈൻഡ് കുഡ് ഗ്രാസ്പ് ആൻഡ് അസിമിലേറ്റ് യു, എൻ്റെ ഈ കൊച്ചു മനസ്സ് അങ്ങയെ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും സാധിക്കുമെങ്കിൽ അങ്ങേ തീരെ ചെറുതായി പോകുമായിരുന്നു. യു വുഡ് ബിലോങ് ടു മീ ഇൻസ്റ്റെഡ് ഐ ടു യു. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതലായി അങ്ങ് എന്നിലേക്ക് കടന്നു വരണം. ഞാനാണ് അങ്ങിൽ ആയിരിക്കേണ്ടതും അങ്ങിൽ ആശ്രയിക്കേണ്ടതും. ആൻഡ് ദാറ്റ് വുഡ് ബി ദ ട്രൂ മീനിങ് ഓഫ് മൈ ഫെയ്ത്ത്. അങ്ങനെ എൻ്റെ ആ വിശ്വാസത്തിൽ അങ്ങിൽ ആശ്രയിക്കുകയും അങ്ങിൽ ശരണപ്പെടുകയും ചെയ്തുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ പ്രതിഫലനം എൻ്റെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്, ആ ത്രിത്വൈക ദൈവത്തിൻ്റെ ഐക്യത്തിൻ്റെ കൂട്ടായ്മയുടെ പ്രതിഫലനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആ വിശ്വാസത്തിന് പൂർണ്ണത വരിക എന്ന് കാൾ റാനർ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. 1983 ദ ബ്രിട്ടീഷ് കൗൺസിൽ ഓഫ് ചേർച്ചസ് ഒരുമിച്ച് വന്ന് ഇപ്രകാരം ഒരു ഡിക്ലറേഷൻ, ദി അൺഫോർഗോട്ടൺ ട്രിനിറ്റി എന്ന പേരിൽ ഒരു പ്രഖ്യാപനം,
ഒരു രേഖ അവർ പുറപ്പെടുവിച്ചത്. ദി അൺഫോർഗോട്ടൺ ട്രിനിറ്റി, മറന്നുപോയ ത്രിത്വം എന്ന പേരിൽ. പ്രത്യേകിച്ച് 137 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധ ത്രിത്വത്തെ പറ്റി വിവരിക്കുന്ന ഈ ഒരു പ്രഖ്യാപനം, ഈ ഒരു പ്രബോധന രേഖ ഈ പ്രോട്ടസ്റ്റന്റ് സഭകളുടെ സംയുക്തമായി ഇറക്കിയത്. 137 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യം ഇപ്രകാരമാണ്: ജെറൂസലമേ, ഞാൻ നിന്നെ മറന്നുവെങ്കിൽ എൻ്റെ വലതു കൈ എന്നെ മറക്കട്ടെ. അങ്ങനെ ദൈവത്തിലുള്ള ആ ആശ്രയത്തിൽ നാം മറന്നുപോയെങ്കിൽ, ആ ആശ്രയബോധം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചില്ലെങ്കിൽ, നമ്മുടെ തന്നെ അസ്തിത്വത്തിൻ്റെ കുറവ് സംഭവിക്കുന്നു എന്നെല്ലാം ആ പ്രബോധന രേഖയിൽ, ഈ പ്രഖ്യാപനത്തിൽ വിവരിക്കുന്നു. ഉദാഹരണമായി, ഒരു സംഗീതജ്ഞൻ അദ്ദേഹം സാധനം ചെയ്ത് അഭ്യസിച്ച ആ സംഗീതം മറന്നു പോകുക ദുഷ്കരമാണ്. ഇതുപോലെ തന്നെയായിരിക്കണം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നമ്മുടെ വിശ്വാസവും, പ്രത്യേകിച്ച് പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം ജീവിതത്തിൻ്റെ ഭാഗമായി മാറാൻ. അതിലൂടെ ഇങ്ങനെ പരസ്പര ബന്ധമുള്ള ഒരു ജീവിത ശൈലി കൂടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഉയർക്കൊള്ളണം. ഈ പരസ്പര ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പല വിശുദ്ധരും പരിശുദ്ധ ത്രിത്വത്തെ പറ്റി വിവരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും. വിശുദ്ധ അഗസ്റ്റിൻ 21 നീണ്ട വർഷങ്ങളാണ് പരിശുദ്ധ ത്രിത്വത്തെ പറ്റിയുള്ള ആ ഒരു ഗ്രന്ഥം ദേ ട്രിനിത്താത്തെ എന്ന പുസ്തകം, ഓൺ ദ ട്രിനിറ്റി എന്ന ഗ്രന്ഥം രചിച്ചത്. അദ്ദേഹത്തെ പറ്റിയുള്ള വിഖ്യാതമായ ആ കഥ നമുക്കറിയാം. അദ്ദേഹം ഇങ്ങനെ പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി, ആ മഹാരഹസ്യത്തെപ്പറ്റി ചിന്തിച്ച് ധ്യാനിച്ച് ഒരു കടൽ തീരത്തിലൂടെ നടക്കുമ്പോൾ ഒരു പിഞ്ചുബാലൻ കക്ക എടുത്ത് ഈ കടൽ തീരത്ത് നിന്ന് വെള്ളമെടുത്ത് ഒരു ദ്വാരത്തിലേക്ക്, ഈ കടൽ തീരത്ത് നിർമ്മിച്ച ഒരു കുഴിയിലേക്ക് ഒഴിക്കുകയാണ്. അവനോട് ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ഈ കടലിലെ വെള്ളമെടുത്ത് ഈ കുഴിയിലേക്കൊഴിച്ച് വറ്റിക്കുകയാണ്. നീ എന്തൊരു മണ്ടത്തരമാണ് കാണിക്കുന്നത്, എന്തൊരു വിഡ്ഢിത്തരമാണ് നീ ചെയ്യുന്നത് എന്ന് വിശുദ്ധ അഗസ്റ്റിൻ ആ പഞ്ചുബാലനോട് പറഞ്ഞപ്പോൾ ആ ബാലൻ ഇപ്രകാരം മറുപടി പറഞ്ഞത്രേ: അങ്ങ് ഈ അങ്ങ് ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന ആ രഹസ്യത്തെപ്പറ്റി ബുദ്ധിപരമായി ഈ പരിമിതിയുള്ള ബുദ്ധിയിലൂടെ മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഈ കടലിലെ ജലം ഈ കുഴിയിലേക്ക് ഒഴുക്കി വറ്റിക്കുന്നതെന്ന് പറഞ്ഞു. പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി വിശുദ്ധ അഗസ്റ്റിൻ വിവരിക്കുന്നത് ഈ പരസ്പര ബന്ധത്തിൻ്റെ സ്നേഹപ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പ്രണയബദ്ധരായ ഒരു കാമുകനെയും കാമുകിയെയും അവരുടെ സ്നേഹത്തെയും പറ്റി ഉദാഹരിച്ചുകൊണ്ടാണ് പരിശുദ്ധ ത്രിത്വത്തെ വിശുദ്ധ അഗസ്തീനോസ് നമുക്ക് ഉദാഹരിച്ച് പറഞ്ഞു തരുന്നത്. കാമുകൻ പിതാവും കാമുകി പുത്രനായ ദൈവവും, അവർ തമ്മിലുള്ള ആ സ്നേഹം പരിശുദ്ധാത്മാവുമായി അദ്ദേഹം വിവരിക്കുന്നു. അങ്ങനെ കൂട്ടായ്മയുടെ പരസ്പര ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വിശുദ്ധ അഗസ്റ്റിൻ ത്രിത്വൈക ദൈവത്തെ വിവരിക്കുന്നത്. യുക്കാറ്റിൽ വിശുദ്ധ അഗസ്റ്റീനെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം എഴുതുന്നു: എവിടെയെല്ലാം സ്നേഹമുണ്ടോ അവിടെയെല്ലാം ഒരു ത്രിത്വമുണ്ട്. സ്നേഹിക്കുന്ന വ്യക്തി, സ്നേഹിക്കപ്പെടുന്ന വ്യക്തി സ്നേഹത്തിൻ്റെ ഒരു ഉറവ. ഇത് പരിശുദ്ധ ത്രിത്വത്തെ വിവരിക്കുന്നു എന്ന് വിശുദ്ധ അഗസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് യുക്കാറ്റിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, അദ്ദേഹം സംഗീതജ്ഞനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ സംഗീത പശ്ചാത്തലത്തിൽ പരിശുദ്ധ ത്രിത്വത്തെ വിവരിക്കുക ഒരു പിയാനോയിൽ അല്ലെങ്കിൽ ഒരു കീബോർഡിൽ 3 ഒരേ സ്കെയിലുള്ള കോഡുകൾ, 3 സ്കെയിലുള്ള കട്ടകൾ ഒരുമിച്ച് പിടിച്ച് ഒരു കോഡ് ആയി ശ്രുതിമധുരമായ ഹാർമോണിയസ് ആയുള്ള സംഗീതം പൊഴിക്കുമ്പോൾ അതുപോലെയാണ് പരിശുദ്ധ ത്രിത്വം. ഈ പരസ്പര ബന്ധമുള്ള ഒരേ സ്കെയിലുള്ള, ഒരേ പിച്ചിലുള്ള 3 കട്ടകൾ അല്ലെങ്കിൽ 3
നോട്ടുകൾ ഒരുമിച്ച് പിടിക്കുമ്പോഴുള്ള ശ്രുതിമാധുര്യം പോലെയാണ് പരിശുദ്ധ ത്രിത്വം. അവർ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രുതിമധുരമായ ഹാർമണി സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്ന് അയർലൻഡിലെ വിശുദ്ധ പാട്രിക്കും ഈ പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി വിവരിക്കുക ഒരു ഞെട്ടിൽ വിടരുന്ന 3 പൂക്കളെ പോലെ അല്ലെങ്കിൽ ഒരേ തണ്ടിൽ വിടരുന്ന 3 ഇലകളെ പോലെയാണെന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും പലപ്പോഴും മതബോധന ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് കുട്ടികൾക്ക് വിവരിച്ചു കൊടുക്കുക ഒരു റബ്ബർ കായ്, അത് 3 വിത്തുള്ള ആ റബ്ബർ കായ് പോലെയാണ്, അതൊന്നാണ്, പക്ഷേ അതിൽ 3 വിത്തുകളുണ്ടെന്ന് വിവരിച്ചു കൊടുക്കാറുണ്ട്. പരിശുദ്ധ ത്രിത്വത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി, പ്രത്യേകിച്ച് കുഞ്ഞു മനസ്സുകൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി. അല്ലെങ്കിൽ വെള്ളവും അത് ഘനീഭവിച്ച് ഐസായി തീരുകയും അത് നീരാവിയായി തീരുമ്പോഴും അത് 3 അവസ്ഥയും ഒന്നാണെന്ന് വിവരിച്ചുകൊണ്ടും കുഞ്ഞുമക്കളോട് ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വിവരണം കൊടുക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം ഭൗതികമായ സാഹചര്യങ്ങളാണെങ്കിലും 3 വ്യക്തികൾ അവ ഒന്നായി നിലനിൽക്കുന്നതിൻ്റെ ആ വിശ്വാസം, അത് ആത്യന്തികമായി ആ വിശ്വാസത്തിൻ്റെ പ്രതിഫലനം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിഗത ജീവിതത്തിലും കുടുംബത്തിലും സഭാ സമൂഹങ്ങളിലും ഒക്കെ ഉണ്ടാകണം. അപ്പോഴാണ് ആ കൂട്ടായ്മയുടെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ നാം വിശ്വസിക്കുന്ന ആ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അടയാളമായി, പ്രതിഫലനമായി നാം കൂടുതൽ മനസ്സിലാക്കുക. സൗത്ത് ആഫ്രിക്കയിലെ പ്രസിദ്ധനായ എഴുത്തുകാരനും പാസ്റ്ററും ഒക്കെമായ ആൻഡ്രൂ മുറേ, അദ്ദേഹം 1917 ദിവംഗതനായത്. അദ്ദേഹം ഇപ്രകാരം പറയുന്നു: ഒരു മുറിയിൽ 3 തിരികൾ കത്തി നിന്നിട്ടും ഒരു പ്രകാശം മാത്രം കാണുന്നതിൻ്റെ രഹസ്യം എനിക്ക് നിങ്ങൾ പറഞ്ഞു തരൂ. എങ്കിൽ ഞാൻ നിങ്ങളെ ഒരേ ദൈവത്തിൻ്റെ 3 ആളുകൾ എങ്ങനെയാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം. 3 തിരികൾ ഒരു മുറിയിൽ കത്തിച്ചു വച്ചിരിക്കുന്നു. ഈ 3 തിരികളിൽ നിന്നും വരുന്നത് ഒരേ പ്രകാശമാണ്. ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എനിക്ക് വിവരിച്ചു തരാമെങ്കിൽ ഒരു ദൈവം, ആ ദൈവത്തിൽ 3 ആളുകൾ ഉള്ളതിൻ്റെ രഹസ്യം ഞാൻ വിവരിച്ചു തരാം എന്ന് ഈ എഴുത്തുകാരനായ ആൻഡ്രൂ മുറേ വ്യക്തമാക്കുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു കഥ ലിയോ ടോൾസ്റ്റോയുടേതാണ്. ഒരു ബിഷപ്പ് ഒരു ഫിഷിംഗ് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അവരാരോ പറഞ്ഞു, ഇവിടെ ഒരടുത്ത ദ്വീപിൽ 3 പേർ താമസിക്കുന്നുണ്ട്. അവർ വളരെ ലളിതമായ ജീവിത ശൈലിയും എന്നാൽ ത്യാഗത്തോടുകൂടിയും ജീവിക്കുന്നു. അങ്ങനെ അവരുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കാര്യമായി അക്ഷരവിദ്യാഭ്യാസമൊന്നുമില്ലാത്ത അവരെ പറ്റി ഈ മറ്റ് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു കേട്ടപ്പോൾ ഈ ബിഷപ്പിന് ആഗ്രഹമുണ്ടായി അവരെ ഒന്ന് പോയി കാണാൻ. ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ സമയം കളയുന്നത്? എങ്കിലും നിർബന്ധിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഈ ബിഷപ്പിനെ ആ ദ്വീപിൽ കൊണ്ടുപോവുകയും ഈ 3 പേരെ കാണുവാൻ ഇടയായി. അവരോട് കുശലം പറയുന്നതിനിടയ്ക്ക് അവർ എപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. 3 are you, 3 are we, have mercy upon us. ദൈവമേ, അങ്ങ് 3 ആകുന്നു, ഞങ്ങളും 3 പേരാകുന്നു, ഞങ്ങളോട് ദയ തോന്നണമേ. Though you are 3, you are 1. അങ്ങ് 3 പേരാണെങ്കിലും അങ്ങ് ഒന്നാകുന്നു. Bless us to be 1. ഞങ്ങളും ഒന്നായിരിക്കുവാൻ അനുഗ്രഹിക്കണമേ. തീർച്ചയായും ഇവരുടെ ഈ പ്രാർത്ഥനയ്ക്ക് പകരമായി സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയൊക്കെ പഠിപ്പിക്കുവാൻ ഈ ബിഷപ്പ് നോക്കുന്നെങ്കിലും അവസാനം അവർക്ക് മനസ്സിലാക്കാൻ ആവർത്തിച്ചിട്ടും മനപാഠമാക്കുവാൻ പ്രയാസമായതുകൊണ്ട് അവരോട് പറഞ്ഞു, ശരി, നിങ്ങൾ ഈ പ്രാർത്ഥന തന്നെ തുടരുക. ദൈവമേ, അങ്ങ് ഒന്നാകുന്നു, ഞങ്ങളും ഒന്നായിരിക്കുവാൻ അനുഗ്രഹിക്കണമേ. നമ്മുടെയും ജീവിതമെന്നും കൂട്ടായ്മയിൽ, പരസ്പര ധാരണയിൽ, സ്നേഹത്തിൽ, പങ്കാളിത്തത്തിലായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഉപസംഹരണത്തിനു വേണ്ടി നമുക്ക് ഫ്ലൂയിലെ വിശുദ്ധ നിക്ലാവുസിൻ്റെ ഈ സുന്ദരമായ പ്രാർത്ഥന ചൊല്ലി സമാപിപ്പിക്കാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായവനെ,
അങ്ങയിൽ നിന്ന് എന്നെ അകറ്റുന്ന എല്ലാം എന്നിൽ നിന്ന് എടുക്കണമേ. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായവനെ, എന്നെ അങ്ങിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന എല്ലാം എനിക്ക് നൽകണമേ. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായവനെ, എന്നെ എന്നിൽ നിന്ന് വേർതിരിച്ച് എനിക്കുള്ളതെല്ലാം അങ്ങേക്ക് തന്നെ നൽകണമേ. പ്രിയമുള്ളവരെ, നാം വിശ്വസിക്കുന്ന, നാം അടിയുറച്ചാശ്രയിക്കുന്ന ആ പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം നമ്മുടെയും അനുദിന ജീവിതത്തിൽ പ്രതിഫലിക്കട്ടെ. കൂട്ടായ്മയിൽ, പരസ്പരമുള്ള ധാരണയിൽ, ഐക്യത്തിൽ, നമ്മുടെ കുടുംബങ്ങളിലും ഇടവകളിലും സഭാസമൂഹങ്ങളിലും വ്യാപരിക്കുവാൻ, ജീവിക്കുവാൻ ത്രിത്വൈക ദൈവം നമുക്ക് പ്രചോദനവും അനുഗ്രഹവുമാകട്ടെ. ദൈവം നമ്മെ എന്നും അവിടുത്തെ പാതയിൽ ഐക്യത്തിൽ നിലനിർത്തട്ടെ.